നമ്മുടെ വീഡിയോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു പാവക്ക കറിയുടെ റെസിപ്പിയാണ്. പല ഇൻഗ്രീഡിയൻസുകളും ചേർത്ത് നമ്മൾ പാവക്ക കറി വെക്കാറുണ്ടെങ്കിലും ഇതേ രീതിയിൽ ലെമൺ ചേർത്ത് നിങ്ങൾ പാവക്ക ഇതുവരെ കറി വെച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. ഇതുപോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിച്ച് സാധാരണ ഉണ്ടാക്കുന്ന ഫുഡുകൾ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ കഴിയും. ഇതിനു മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കുറച്ച് റെസിപ്പികളുടെ ഫോട്ടോയാണ് ഞാനിവിടെ കാണിക്കുന്നത്. സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഈ റെസിപ്പികളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ നൽകിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് 1/2 കിലോ പാവക്കയാണ്. അത് ഞാനിവിടെ ചെറുതായി മുറിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പിലിട്ട ചെറുനാരങ്ങയാണ്. അതിവിടെ ചെറുതായി മുറിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെള്ളുള്ളി ചെറുതായി മുറിച്ചെടുത്തത്, മീഡിയം സൈസിലുള്ള 2 തക്കാളി, 1 പിടി കറിവേപ്പില, ചെറിയ 2 കഷ്ണം ശർക്കര. ശർക്കര എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിതിനു വേണ്ടി ഒരു മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മൺചട്ടിയിൽ ഏത് കറി വെച്ചാലും നമുക്ക് കറിക്ക് ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് പാവക്ക ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസുകളും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ പാവക്കയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി, വെള്ളുള്ളി, തക്കാളി, കറിവേപ്പില, ശർക്കര ഇതെല്ലാം ചേർത്തു. ഞാനിതിൽ ശർക്കര ചേർക്കുന്നുണ്ടെങ്കിലും ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയാണ് ശർക്കര ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ചിക്കറി പോലെ കൂടുതൽ സ്വീറ്റ് ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ശർക്കര കൂടുതൽ ചേർക്കാം. നമ്മൾ സാധാരണ പാവക്ക കറി വെക്കുമ്പോൾ പുളി ചേർക്കാറുണ്ട്. ഇതിൽ പുളി ചേർക്കുന്നില്ല. പുളിക്ക് പകരമായി നമ്മൾ ചേർക്കുന്നത് ഉപ്പിലിട്ട ചെറുനാരങ്ങയാണ്. ചെറിയ ലെമൺ ആയതുകൊണ്ട് ഞാനിതിൽ 9 ലെമണാണ് ചേർത്തത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഉപ്പിലിട്ട ലെമൺ ചേർത്ത് നമ്മൾ പാവക്ക വേവിച്ചെടുക്കുമ്പോൾ പാവക്കയുടെ കയ്പ്പ് നമുക്ക് പൂർണ്ണമായി മാറ്റാനും കഴിയുന്നുണ്ട്. ഇത് ചേർന്നുള്ളൊരു കോമ്പിനേഷനിൽ ഇതിലൊരു സ്പെഷ്യൽ ടേസ്റ്റുമുണ്ട്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉപ്പിലിട്ട ലെമണാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഉപ്പ് കുറച്ചേ ചേർക്കാവൂ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. ഞാനിതിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കണമെന്ന് നിർബന്ധമല്ല. നിങ്ങൾക്കിഷ്ടമുള്ള മുളക് പൊടി ഉപയോഗിക്കാം. ഇതിനധികം എരിവില്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് 5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കണം. വെള്ളം ചേർക്കുമ്പോൾ ഇതെല്ലാം മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ചേർക്കാൻ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവപ്പൊടിയും 1/2 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പാവക്ക വേവിക്കുന്ന ടൈമിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസുകളെല്ലാം നമ്മൾ ഇതിൽ ചേർത്തു. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. നമുക്ക് പാവക്ക കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ്. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് 2 മിനിറ്റിന് ശേഷം കുക്കറിലെ ആവിയെല്ലാം കളഞ്ഞെടുക്കണം. അല്ലെങ്കിൽ പാവക്ക വെന്തുടഞ്ഞു പോവും. കുക്കറിൽ നമ്മൾ ഈ കറി വെക്കുമ്പോൾ ലെമൺ ഇതിൽ ഉടഞ്ഞു ചേർന്നാലും പ്രശ്നമില്ല. പാവക്ക ഉടഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
വേവിച്ചെടുക്കുമ്പോഴും ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ചു വന്നു. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പാവക്കയും ലെമണും പകുതി വെന്ത് വന്നു. നമ്മളിതിൽ ലെമൺ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഈ കറി പെട്ടെന്ന് കുറുകി വരാൻ ചാൻസ് ഉണ്ട്. ആവശ്യമെങ്കിൽ ഇതിലല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ടൈമിൽ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്തു. ഉപ്പ് കുറവുള്ളതുകൊണ്ട് അല്പം ഉപ്പും ചേർക്കുന്നുണ്ട്. പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ലെമണും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാവക്കയും ലെമണും ഇവിടെ പാകത്തിന് വെന്ത് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ പാവക്ക പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ വേവിക്കുന്ന സമയത്ത് തന്നെ പച്ചമുളക് ചേർത്ത് പാവക്ക വേവിക്കരുത്. വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ മെത്തേഡിൽ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇപ്പം മുളക് ചേർത്തു നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ നമ്മളിതിൽ മുളക് ചേർക്കുന്നത് മുളകിൻ്റെ നല്ല സ്മെല്ല് കറിക്ക് കിട്ടാൻ വേണ്ടിയാണ്. മുളക് ചേർത്ത് 1 മിനിറ്റിൽ കൂടുതൽ ഇത് തിളപ്പിച്ചാൽ മുളകിൻ്റെ നല്ല സ്മെല്ലൊക്കെ നഷ്ടപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. മുളകിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം അടുപ്പ് ഓഫ് ചെയ്തു. ഇനി ഇതിലെ കുമിളകളൊന്ന് നിന്നതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 സ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും 2 ഉണക്കമുളകും ചേർത്തു. ഇനി ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർക്കാം. കടുക് വറുത്തത് കറിയിലേക്ക് ചേർത്തു. ഇനി നമുക്കിത് ചൂടാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം ഇത് ചൂടാറി വന്നു. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റിലുള്ള പാവക്കയുടെ കറിവട റെഡിയായി. ഈ കറി നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കുന്നതിനേലും 1 ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.